മിനിമം 1000 ബൾബിൻ്റെ ബോർഡാണെങ്കിൽ 500 ബൾബ് മിനിമം എപ്പോഴും കത്തിക്കിടക്കും. ഡിസൈനിനെ കൊണ്ടിരിക്കുന്ന സമയത്ത് കത്തിക്കിടക്കും. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അങ്ങനെയല്ല. ഒരു ടൈമിൽ 2 ഡി കട്ട് ഓഫ് ആയി, ഒരു ടൈമിൽ 8 ബൾബ് കത്തുള്ളൂ, ഒരു ടൈമിൽ ബോർഡർ മാത്രം 10 ബൾബ് കത്തുള്ളൂ. മനസ്സിലായി? അപ്പം ഇങ്ങനത്തെ കുറേ സാധനം വരുമ്പോൾ അപ്പം നമ്മൾ ഒരു 100 ആംപിയർ ഇട്ടിട്ട് നമ്മൾ റേറ്റിൽ കത്തിക്കുന്ന സാധനത്തിന് കുറച്ച് കൊണ്ടുവരാം. അതിനോട് തെറ്റൊന്നുമല്ല പറയേണ്ടത്, ഒന്ന് മനസ്സിൽ വെക്കാൻ വേണ്ടി പറയുന്നതാണ്. നമ്മൾ നല്ലവണ്ണം കിടന്നോട്ടെ എന്ന് കൊടുക്കേണ്ട കാര്യമില്ല എന്നർത്ഥം. എത്രയാണോ ആംപിയർ, ഇതിനകത്തൊക്കെ ഒരു വാട്ടുണ്ടല്ലോ, 3 വാട്ട് 0.3 വാട്ട് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇത്ര ആംപിയർ മതി എന്നുണ്ടെങ്കിൽ അത് കൊടുത്താൽ മതി. കൂടുതൽ കൊടുക്കേണ്ട കാര്യമില്ല. കൂടുതൽ കൊടുക്കുമ്പോൾ തൽക്കാലം അവിടെ ബ്രേക്ക് ഉണ്ടാവും, നല്ല ബ്രേക്ക് ഉണ്ടാവും. എന്നല്ലാതെ നമ്മുടെ എന്തിനും ലൈഫില്ല, നമ്മുടെ പഠിപ്പിന് ലൈഫില്ല. മനസ്സിലായി? അതൊരു പ്രശ്നം നിലവിലുണ്ട്. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള ലൈഫാണെന്നുണ്ടെങ്കിലും കാര്യങ്ങളും മാക്സിമം 2 വർഷം കൂടുതൽ നിൽക്കാൻ ചാൻസ് കുറവാണ്. എൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മഴയത്ത് മേലൊക്കെ ഇടുന്നതാണ്. അപ്പോൾ അതിനകത്ത് പണ്ട് കിട്ടിയൊരു സംഭവം ഉണ്ടായിരുന്നു, നല്ല ലൈറ്റുകൾ, അത് ഇപ്പോഴും വർക്ക് ചെയ്യുന്നു എല്ലാവരും. അത് എന്തോ വെയിലോ മഴയോ വെളുത്തിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്യുന്നു. പക്ഷെ ആ സാധനം കിട്ടാനില്ലാത്ത കൊണ്ടാണ്. അത് കിട്ടാണെങ്കിൽ എല്ലാവരും വാങ്ങിക്കില്ലേ, നമ്മൾ പൈസ നോക്കുന്നത്, നമുക്ക് ധൈര്യം നോക്കുന്നത്. പക്ഷെ അത് കിട്ടാനില്ല. എത്ര പൈസ കൊടുത്ത് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ കിട്ടാനില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഇപ്പം നിലവിലുണ്ട്. അപ്പം അതൊന്നും സംസാരിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പം അതൊന്നും പ്രശ്നമില്ല. ഞാനൊരു കാര്യം സോഫ്റ്റ്വെയർ മനസ്സിലായി വരുന്ന സാധനങ്ങൾ ലേഔട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ കാണിച്ചതാണ്. നമുക്ക് കാണാൻ വേണ്ടി ഞങ്ങൾ അടുത്തോട്ട് വെച്ചത് അതായത് നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഈ 2014 അറിയാമോ? ഇതിനകത്ത് 2014 നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ 2014 വർക്ക് ചെയ്യുന്ന സാധനം വെച്ച് കഴിഞ്ഞാൽ T1000 ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. ഇപ്പോഴും വർക്ക് ചെയ്യണമെങ്കിൽ T1000 T8000 അതാണ് ഇതിനകത്ത് കൂടുതൽ വർക്ക് ചെയ്യുന്ന സാധനങ്ങൾ. അതായത് ഇപ്പോൾ വരുന്ന സാധനത്തിൽ K വർക്ക് ചെയ്യും, പക്ഷേ K-നെക്കാൾ വർക്ക് ഇതിനേക്കാൾ സൂപ്പർ മെറ്റലാണ്. പക്ഷെ ഇത് കൂടുതൽ ഇതിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ സോഫ്റ്റ്വെയർ വർക്കില്ല, ഇതിലേ വർക്ക് ചെയ്യുള്ളൂ എന്ന് പറയുന്ന സാധനം K1000 T1000 ആണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. അതൊന്നും നമുക്ക് പുതിയ സോഫ്റ്റ്വെയറിലൊന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രം. ഓക്കെ. ഇത് 2014 സാധനങ്ങളാണ്. 2014 കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ അടുത്ത സാധനം ഇപ്പോൾ നിലവിൽ നമ്മൾ K-ലേക്കാണ് പോകുന്നത്. K-ലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ ലേഔട്ട് തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ലേഔട്ട് കാണുന്നില്ല, മനസ്സിലാവുന്നുണ്ട്. ഒരാൾ ലേഔട്ട് തരുന്ന സമയത്ത് തരുന്ന കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ ഒന്നാമത്തെ ലെയർ ബൾബ് ഇത്ര, രണ്ടാമത്തെ ലെയർ ബൾബ് ഇത്ര എന്ന് പറയുന്നത്. അപ്പം എൻ്റെ ഓരോ കാര്യങ്ങൾ കാണിച്ചു തരാമോ? അതുപോലെ തന്നെ ഈ നമ്പർ എഴുതുന്ന കാര്യം കാണുന്നുണ്ടോ? മനസ്സിലാവുന്നു. ഓക്കെ. നമ്പർ എഴുതുന്ന കാര്യം ഇപ്പോൾ ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത് കൊണ്ട് എന്താ കിട്ടില്ല, ഇതിനകത്ത് ഡാറ്റ ഇട്ടിട്ടില്ല. ഒരു ബോർഡ് തരുന്നത് ഇവർ ഇടുന്ന ബോർഡ് ഒരാൾക്കാർ ബോർഡ് ഇത് 1000 ബൾബിൻ്റെയാണ്. 50-20 മനസ്സിലാക്കുന്നുണ്ട്. 50-20 ഒന്നാമത്തെ ഡാറ്റ. ഓക്കെ. ഇതെനിക്ക് അറിയുന്നതുകൊണ്ട് ഒരു 3 ഡാറ്റയായിട്ടില്ല. എനിക്ക് അറിയുന്നവരവിടെ മാർക്ക് ചെയ്തില്ല. മറ്റേ ഇപ്പുറത്ത് മാർക്കിയിട്ടുണ്ട്. ഈ 30-10 അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലേ. രണ്ടാമത്തെ ഡാറ്റ അവിടെ ഈ 30 കാണുന്നുണ്ടോ? രണ്ടാമത്തെ ഡാറ്റ പോകുന്നത് 30-10. 30-10 എവിടേക്കാണ് ലിങ്ക് കണ്ടില്ല. ഇവിടെ നിന്ന് ഒരു ലിങ്ക് വരച്ചിട്ടുണ്ടെങ്കിൽ 48 48 പോകുന്നത് ഇവിടുന്ന് ഒരു ലിങ്ക് അങ്ങോട്ട് വരച്ചിട്ടുണ്ട്. ഓക്കെ. 30-10 അത് എത്രാമത്തെ ഡാറ്റ? രണ്ടാമത്തെ ഡാറ്റ മനസ്സിലാവുന്നുണ്ട്. മോശം കാണുന്നില്ല. ഓക്കെ. ഇവിടെ നിന്ന് പോയി നേരെ ഇവിടെ പോയി ഇവിടെ നിന്ന് അങ്ങനെ കയറി. ഒന്നാമത്തെ ഡാറ്റ 50-20, മൂന്നാമത്തെ ഡാറ്റ 50-20, നാലാമത്തെ ഡാറ്റ 50-20, അഞ്ചാമത്തെ ഡാറ്റ 50-20, അങ്ങനെ 6, 7, 9 ഒക്കെയാണ്. ഓക്കെ. അപ്പോൾ പിന്നെ നേരെ പോയി അങ്ങനെ ഒരേ സാധനമാണ്. അത് കഴിഞ്ഞിട്ട് നേരെ 36
ഇതിനകത്ത് ഓൾറെഡി അവർ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു ബൾബിൻ്റെ കണക്കുണ്ട്. ഈ 37-ാമത്തെ 50 അത് കിടത്തി വെച്ചിരിക്കുക, മുകളിൽ ഉണ്ടാക്കണം, ഒരു മുകളിൽ ഇവിടെ ഒരു കുത്തിട്ട് വെച്ചിരിക്കുന്നത്. എനിക്കറിയാൻ വേണ്ടി ബാക്കിയൊക്കെ ഉണ്ടല്ലോ, ഇവിടെ 79 കണ്ടല്ലോ, റൈറ്റ് സൈഡിലൊക്കെ ഒരു കുത്തിട്ടുണ്ട്. അത് നമ്മൾ ഒന്നിലും സ്ഥിരമായിട്ട് ചെയ്യുന്നതുകൊണ്ട് അറിയാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്പറുകളൊക്കെ അവരാണ് തരാം, നമ്മൾ എന്ത് രീതിയിൽ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള സാധനം തരും. അങ്ങനെ ഞാൻ നാട്ടിലില്ല, ഞാൻ ഇവിടെയൊക്കെ കാര്യം, അപ്പോൾ ഇതെനിക്ക് അറിയില്ല. അപ്പോൾ എനിക്ക് ഡൗട്ടുള്ള കാര്യം ഞാൻ ഫോട്ടോ അയക്കാം, നമ്മൾ അയച്ചോ. അപ്പോൾ ഈ ഒരു സാധനം ലേബർ എടുക്കാനായിട്ട് നമുക്ക് കേരളയ്ക്ക് പോകാം. കേരളയ്ക്ക് പോയിട്ട് കേരള ഒരു ആദ്യത്തെ കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ന്യൂ എടുക്കാം. ന്യൂ എടുത്തിട്ട് നമ്മൾ K8000 RGB എടുക്കണം. അതായത് ഇവിടെ നിന്ന് നേരെ പോയി താഴത്ത് പോയി കഴിഞ്ഞാൽ K8000 RGBയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബൾബിൻ്റെ ഇത് കാണുന്നുണ്ട്, മനസ്സിലാവുന്നതാണ്. ബൾബിൻ്റെ എത്ര ബൾബ് വരെ കൊടുക്കാൻ പറ്റുന്നുള്ളത് കാണുന്നത്. അത് മാക്സിമം അതായത് നമ്മൾ 1000 കൊടുത്താൽ പിന്നെ 1000 കൂടുതൽ പോകില്ല. ഓക്കെ, 1024 കൊടുത്താൽ 1024 കൂടുതൽ, 800 കൊടുത്താൽ 800 കൂടും. അത് കഴിഞ്ഞാൽ പുറത്ത് കഴിയും. 800 ഇവിടെ നമ്മൾ എത്ര ടൈപ്പ് ചെയ്യുന്നോ അത്രയാണ് അവിടെ കിട്ടുള്ളൂ. അപ്പോൾ എന്താ കൂടുതൽ ഇട്ട് കൊടുക്കാം, മാക്സിമം എത്ര 1024 ഇട്ട് കൊടുക്കാം, 1024 മെയിൻറ്റെയിൻ. ഓക്കെ, പിന്നെ ഇതിനകത്ത് മെയിൻ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ തന്നെ സേവ് ചെയ്ത് പോകണം. പലവർക്കും ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ സേവ് ചെയ്യില്ല. ആദ്യം ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. ഇങ്ങനെ 1024 അടിച്ചു, നേരിട്ട് പോയിട്ട് ബാക്കി ലേഔട്ടെല്ലാം എടുത്തതിന് ശേഷം എക്സാമ്പിൾ ലേഔട്ടൊക്കെ എടുത്തതിന് ശേഷം ഇത് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു, ഇതെല്ലാം ഡിസൈനൊക്കെ അടിച്ചു, എല്ലാം കഴിഞ്ഞു, എക്സ്പോർട്ടൊക്കെ ആക്കി. ഇത് കഴിഞ്ഞാൽ ഇത് എടുക്കാൻ കിട്ടാം, മനസ്സിലായി. അതായത് ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം എക്സാമ്പിൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. വെറുതെ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇത് അടിച്ചു, ഇത് എക്സ്പോർട്ട് പോയിട്ട് നമ്മൾ ഈ മൂന്നാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ IC നമ്പർ WS2 നമ്പറാണ്. അതാണ് മൂന്നാമത്തെ സെലക്ട് ചെയ്തത്. മൂന്നാമത്തെ കൊടുത്ത് ഓക്കെ കൊടുത്ത് എക്സ്പോർട്ട് സെലക്ട് കൊടുത്തു. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എടുക്കണമെങ്കിൽ എവിടെ നമുക്ക് എടുക്കാമെന്നുള്ള അറിയില്ല. ഇതാണ് എല്ലാവരുടെയും പ്രശ്നം വരുന്നത്. അപ്പോൾ ഇതിന് പകരം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നേരെ ഇത് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്ത് സേവ് ചെയ്ത് പോകാൻ പറ്റും. ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ സേവ് ചെയ്താലാണ് ഈ കാര്യം നമുക്ക് നമ്മുടെ കൺട്രോളറിൽ ഉച്ചപ്പെട്ടുള്ളൂ. നേരെ പോവാം. K8000 RGB 1024 എടുത്തു. എന്നിട്ട് ബ്രൗസ് ചെയ്തിട്ട് ഇത് എവിടെ സേവ് ചെയ്യണമെന്നുള്ളത് ആദ്യം ഫസ്റ്റ് ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് ഉടനെ നമ്മൾ ഒരു ഫോൾഡറാണ്. എന്നാലാണ് എപ്പോഴും നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ആ സാധനം ഉണ്ടാവുള്ളൂ. ഇതിനിടയ്ക്ക് നാളെ ചെയ്തു ഒന്നും ചെയ്തിട്ട് എപ്പോൾ ഫോൾഡറിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ട് അവിടെയൊക്കെ അവിടെ തന്നെ എല്ലാ സമയത്തും അവിടെ മാറി പോകില്ല. ഇത് ഒരേ സ്ഥലത്താകുമ്പോൾ ഇതിൻ്റെ ടെമ്പ് ഫയലുകളുണ്ട്. നമ്മൾ സാധനം ചെയ്യുമ്പോൾ ടെമ്പ് ഫയൽ, സാധനങ്ങളെ സപ്പോർട്ട് ഫയലൊക്കെ ആറുണ്ട്. ഇത് മറ്റൊരു വരുമ്പോൾ ഇത് പോവും, സാധനങ്ങൾ വർക്ക് ചെയ്യുകയും ചെയ്യും, ഇവിടെ പോകും. അപ്പോൾ ചെറിയ ടെമ്പ് അയക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടാക്കും, അത് മറ്റൊരു ഇത് പോകും. അപ്പോൾ അങ്ങനത്തെ അത് പോകാതിരിക്കണം. ഒരു ഫോൾഡറിനകത്തേക്ക് കയറ്റുന്നത്, ഒരു ഫോൾഡറിനകത്ത് കയറ്റി കഴിഞ്ഞാൽ തെറ്റാൻ പാടും. അത് വെച്ചു ഒരു ഫോൾഡർ ഉണ്ടാക്കാം. എവിടെയെങ്കിലും ഫോൾഡർ ഞാനിപ്പോൾ ടെസ്റ്റ് നമുക്ക് സാധനം അതായത് ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനവിടെ റെസ്റ്റോറൻറ്റ് കൊടുത്തു. ഇനിയിപ്പോൾ ഇവിടുത്തെ ഒരു സാധനത്തിന് എനിക്കാണിപ്പോൾ ചർച്ച പള്ളിയിലാണ് ചർച്ച കൊടുത്തു. ഇവിടെ അത് പ്രൊജക്ട് നെയിം ഇന്നലെ കൊടുക്കാം. അതിന് പ്രൊജക്ട് സേവ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം നേരെ ഇവിടെ ലേഔട്ട് പോകാം. ഇവിടെയാണ് ഇവിടെ നമ്മളാണ് ചെയ്ത പണികളൊക്കെ പോകുന്നത്. അതായത് എങ്ങനെയാണ് ഇതിൻ്റെ ഇതെടുക്കണം, ഇതിനോടെ എടുക്കാം. ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചാൽ ഓക്കെ. ഇവിടെ നിന്ന് റൈറ്റ് സൈഡ് പോകുന്നതാണ് ഡാറ്റ വരുന്നത്. 50-20 1 2 3. ഇവിടെ നമ്മൾ സെറ്റപ്പിനകത്ത് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് EDX ഒക്കെ ഉള്ള സാധനം, EDX ഒക്കെ ഉള്ള സാധനം, ഇത് പറഞ്ഞ സാധനം നമ്മൾ നിലവിൽ ഇതിലുള്ള സാധനം എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയത്. ഇത് ഉണ്ടാക്കുമ്പോൾ ഇവിടുത്തെ നോക്കിയിട്ട് ഈ മഞ്ഞ അടിച്ചിട്ട് ഈ സെറ്റപ്പിൻ്റെ ഒരു ബട്ടണാണ് ഒരു റൗണ്ട് ചെയ്യുന്നത്. അതാണ് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ കള്ളി കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ജസ്റ്റ് അതിന് നമ്മൾ ഡാറ്റയുടെ പൊസിഷൻ നോക്കണം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത്, അതായത് ഈ സാധനം
ഇതിനകത്ത് കണ്ടില്ലേ, ഇത് മോളൊന്ന് കാണുന്നുണ്ടോ? മോളൊന്ന് താഴ്ത്തി ഞാൻ